ഹലോ ഗായ്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ അതാ ഇന്നൊരു ഫ്രൈഡേ ആയിരുന്നു കേട്ടോ. ഫ്രൈഡേസിലാണ് എനിക്ക് ഓഫ് ഉള്ളത്. സാറ്റർഡേ ഒരു 4 hours വർക്കുണ്ട്. ഫ്രൈഡേ സമാധാനമായിട്ട് അങ്ങനെ ഉറങ്ങി ഒരു 9 മണി വരെ ഉറങ്ങും കേട്ടോ. അങ്ങനെ എണീച്ച് പിന്നെ കുറേ നേരം ഫോണിലൊക്കെ കളിച്ചതാ വന്നേക്കുണ്ട്, പല്ലൊക്കെ തേക്കാൻ വേണ്ടി വന്നേക്കട്ടാ. ഇപ്പോൾ ഫ്രൈഡേ ആകുമ്പോൾ ഭയങ്കര സന്തോഷമാണ്. ലീവാണല്ലോ, അപ്പോൾ നമുക്ക് ആ ഒരു ദിവസം നല്ല റിലാക്സ് ആയിട്ട് ആ ഒരു മൂഡിൽ കിട്ടുമല്ലോ എന്നുള്ളൊരു ഹാപ്പിനെസ്സാണ് ഇപ്പോൾ അത്. ജോലിക്ക് പോകുമ്പോൾ അതിൻ്റേതായ അറിയണല്ലോ കേട്ടോ. മറ്റേതെങ്കിലും ഷാമിയൊക്കെ വ്യാഴാഴ്ച ഒക്കെ ആകുമ്പോൾ ഇങ്ങനെ വ്യാഴാഴ്ച ആയാലെന്ന് പറയുമ്പോൾ അതിൻ്റെ ഒരു ഇത് അറിഞ്ഞിരുന്നില്ല. അപ്പോൾ നമ്മൾ ജോലിക്ക് പോയി തുടങ്ങിയപ്പോഴാണ് അതിൻ്റെ ഒരു ഫീല് മനസ്സിലാവണം. അപ്പോൾ ഇന്നാണെങ്കിൽ കുറേ ഇങ്ങനെ എന്നും ഫോൺ അങ്ങനെ നോക്കാറില്ല. അപ്പോൾ ഇന്ന് കുറേ മെസ്സേജസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതിനൊക്കെ റിപ്ലൈ കൊടുത്ത് കുറേ നേരം ഫോണൊക്കെ നോക്കിയിരുന്നത്. ഇപ്പോൾ ഫ്രൈഡേ ആണ് എനിക്കൊന്ന് ആസ്വദിച്ചൊന്ന് റിലാക്സ് ചെയ്ത് കുളിക്കാൻ പറ്റുള്ളൂ കേട്ടോ. മറ്റേ നമ്മൾ രാവിലെ പോകുമ്പോഴേ പെട്ടെന്ന് കുളിച്ചോടില്ലേ ചെയ്യുക. അപ്പോൾ എയർ വാഷൊന്നും ചെയ്യാൻ പറ്റാറില്ല. ഇപ്പോൾ ഫ്രൈഡ് റൈസിലാണ് എണ്ണയൊക്കെ തേച്ച് നല്ല വിഷയത ഒരു 1/2 മണിക്കൂറോളം കുളിക്കും. നല്ല ചൂടുവെള്ളത്തിൽ തലയൊക്കെ കഴുകി പാട്ടൊക്കെ കേട്ട് നല്ല ആസ്വദിച്ചുള്ള കുളി. ഒരു നല്ലൊരു ആശ്വാസമായിട്ട് ആ കുളിയൊക്കെ കഴിയുമ്പോൾ. എനിക്ക് പൊതുവേ ഇങ്ങനെ തല കഴുകാൻ വലിയ ഇഷ്ടമില്ലാത്ത ആളല്ലോ. പക്ഷെ ഇപ്പോൾ ആഴ്ചയിൽ ഒരിക്കൽ കഴുകണോണ്ടാണെന്നറിയില്ല, കുളിച്ച് കഴിഞ്ഞ് വരുമ്പോൾ നമ്മളെ മൈൻഡും അതുപോലെ തന്നെ ബോഡി നല്ല റിഫ്രഷിങ് ആയി തോന്നൂട്ടാ. പിന്നെ ഫുഡ് ഉണ്ടാക്കണ പണിയും കാര്യങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് ഉമ്മ പിന്നെ അവൻ നോക്കണോണ്ട് പിന്നെ വിശദമായിട്ട് അങ്ങനെ കുളിക്കാമല്ലോ. ഇനി ഉമ്മ പോയി കഴിഞ്ഞാൽ ഇതൊക്കെ അങ്ങനെ നിൽക്കുമ്പോൾ എന്ത് വെള്ളം പോണ് എവിടെ അടിച്ചു വെക്കാം കേട്ടോ. ഇനി ഓക്കെ സെറ്റ്. കുഞ്ഞിടുവാ എനിക്കിങ്ങനെ എയർ വാഷ് ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെ മുടിയിൽ ഇങ്ങനെ വെറ്റ് നിൽക്കില്ലേ, എനിക്ക് തീരെ പറ്റില്ല കേട്ടോ. അതാണ് എനിക്ക് തലകഴുകാൻ പൊതുവെ ഇഷ്ടമില്ലാത്ത. ഇങ്ങനെ മുടി ഇങ്ങനെ നനഞ്ഞ് നിൽക്കുമ്പോഴേക്ക് എന്തോ ഒരു അസ്വസ്ഥതയാണ്. അപ്പോൾ നാട്ടിലാകുമ്പോൾ തുടച്ചിട്ടും ഇങ്ങനെ പോവാറില്ല. ഇവിടെ ഇപ്പോൾ ഞങ്ങൾ ഈ എയർ ഡ്രൈ ആവണ മെഷീൻ മേടിച്ചിട്ടുണ്ട്. അത് അൻസാർക്കാളിൽ നിന്ന് മേടിച്ച കുറേ മുമ്പ് മേടിച്ചുള്ള കേട്ടോ. പക്ഷെ നല്ല സാധനം അത്, നല്ലപോലെ ഈറ്റ് വരും. പക്ഷെ ഇത് അത്ര നല്ലതല്ല കേട്ടോ. നമ്മളിങ്ങനെ അടുത്തേക്ക് വെച്ചിട്ട് ചെയ്യണത് എപ്പോഴേലൊക്കെ ചെയ്യും. എന്നും നമ്മൾ എയർ വാഷ് ചെയ്ത ശേഷം അപ്പനെ ഇതിങ്ങനെ ചൂടൊക്കെ ഡ്രൈ ആക്കേണ്ടത് അത്ര നല്ലതല്ല കേട്ടോ. നമ്മൾ മുടിക്ക് കേടാണേ. ഞാനിപ്പോൾ ആഴ്ചയിലൊക്കെ ആയതുകൊണ്ട് പിന്നെ കുഴപ്പമില്ല. അപ്പോൾ ഐബൂനും ആക്കി കൊടുക്കട്ടെ. എന്നിങ്ങനെ ചൂട് കാറ്റ് വരുമ്പോൾ അവനക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഞാനങ്ങനെ അവനക്ക് വെറുപ്പിക്കാൻ വേണ്ടിയിട്ട് ആക്കി കൊടുക്കാം. ഇന്നാണെങ്കിൽ ഇക്ക് ലീവായതുകൊണ്ടാണ് ഇന്നിന് ഫുള്ള് ചുറ്റിപ്പറ്റിയിട്ടാണ് മൂപ്പരാൾ. മറ്റേ ദിവസമൊക്കെ എന്നെ അങ്ങനെ കിട്ടണില്ലല്ലോ. ഞാൻ രാവിലെ പോയി കഴിഞ്ഞാൽ വൈകിട്ട് വരെ ഉണ്ടാവാറില്ലല്ലോ. അപ്പോൾ ഇന്നാണെങ്കിൽ എന്നെ ചുറ്റിപ്പറ്റിയിട്ട് കുറേ നേരം ഉണ്ട്. എനിക്കത് കുളിയൊക്കെ കഴിഞ്ഞപ്പോൾ നല്ല പോലെ ഒന്ന് റിഫ്രഷിങ് ആയ പോലെ തോന്നുക, നല്ലൊരു ആശ്വാസം. ഞാനെങ്കിൽ ഫുഡൊന്നും കഴിച്ചിട്ടില്ല കേട്ടോ. കാരണം ഞാൻ ഫോൺ നോക്കിയിരുന്ന് തട്ടിമുട്ടി അവിടെ ഇരുന്നാൽ പിന്നെ ഇങ്ങനെ ഇരിക്കലുണ്ടാവും. അപ്പോൾ ഉമ്മ പറഞ്ഞത് കുളിച്ചിട്ട് വന്നിട്ട് ഫുഡ് കഴിക്കാൻ വേണ്ടിട്ടേ. കാരണം TV ഒക്കെ വെച്ച് ഫുഡ് കഴിക്കാതിരുന്നാൽ പിന്നെ ഞാൻ അവിടെ നിന്ന് എണിക്കില്ല. അങ്ങനെ അവിടെ കിടന്നു പോകും. ഒരു ദിവസം നമുക്ക് കിട്ടുന്നതല്ലോ, മാക്സിമം യൂട്ടിലൈസ് ചെയ്യാൻ വിചാരിച്ചിട്ടേ. ഹലോ ഒരു മഞ്ഞു നമുക്ക് മമ്മ എന്താ ഓഫീസിൽ പോകത്തെ ഇതൊക്കെ അമ്മൻ്റെ ഓഫീസിൽ പോകത്തെ ഓഫീസിലല്ലേ. അങ്ങനെ നല്ലതാ ചൂടുള്ള ദോശയൊക്കെ ഉമ്മ ചുട്ടുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. മറ്റേത് നമ്മളങ്ങനെ ഞാൻ ബ്രെഡ് അങ്ങനെ എന്തെങ്കിലും പാലും ചോക്കോസ് അങ്ങനെയൊക്കെ തിന്നിട്ട് പോവാറ്. ഇങ്ങനെ പ്രോപ്പറായിട്ട് ഇങ്ങനെ ആസ്വദിച്ച് ഫുഡ് കഴിക്കാനൊന്നും സമയമൊന്നും കിട്ടാറില്ല നമ്മൾ ഓഫീസിൽ പോകുമ്പോഴേ. സ്പൈഡർമാൻ നോക്കട്ടെ, സ്പൈഡർമാൻ സ്പൈഡർമാൻ നോക്കട്ടെ, ഇങ്ങോട്ട് നോക്ക്. സ്പൈഡർമാൻ സ്പൈഡർമാൻ ഇതെന്താ സ്പൈഡർമാൻ്റെ സ്പൈഡർമാൻ 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 ടങ് 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 ആ സ്പൈഡർമാൻ ഓൺ ദ ഫ്ലോർ get up സ്പൈഡർമാൻ 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 അയ്യോ സ്പൈഡർമാൻ വീണു. അപ്പോൾ ഞാൻ ഉമ്മാട് കുറേ നേരം പറഞ്ഞിട്ട് മുടി
ഈ കുളിമുട പല നാട്ടിലും പല നെയിമിലിത് പറയാട്ടെ. അതായത് കുളിമുട മുടിയില്ല, അത് കുളിച്ച് കഴിഞ്ഞാൽ നമ്മളിങ്ങനെ ചെറിയ ബ്രൈഡ്സ് പോലെ ആക്കിയിട്ട് ഇങ്ങനെ മുടഞ്ഞിടില്ല, അതിനാണ് കുളിമുട പറയട്ടെ. അത് ഇങ്ങനെ ഒന്ന് കോതിയിട്ട് മുടഞ്ഞിടും, ഇക്കതറിയില്ല. അപ്പോൾ എപ്പോഴും ഉമ്മേനെ ചെയ്തു തരാറ്. അപ്പോൾ ഞാൻ ഉമ്മനെ കൊണ്ട് വിളിച്ചിട്ടത് ചെയ്യിപ്പിക്കേട്ടാ. നാട്ടിലുള്ളപ്പോഴൊക്കെ ഇപ്പം ഉമ്മ ചെയ്തു തരാം. കഴിഞ്ഞ വീഡിയോയിൽ ആരും ചോദിച്ചിരുന്നു ഉമ്മ ഇപ്പോഴും മുടി കെട്ടി തരുന്നു. ഇപ്പം ഉമ്മ ഇപ്പോഴും മുടി കെട്ടി തരും, ഫുഡ് വാരി തരും, അങ്ങനെയൊക്കെ ചെയ്യാറുണ്ട് കേട്ടോ. ഞാനൊക്കെ ഇങ്ങനെ ഉമ്മാനെ കൊണ്ട് ചെയ്യിപ്പിക്കുന്നത് ഭയങ്കര ഇഷ്ടം. ഞാൻ ഉമ്മയോട് പറയും ഫുഡ് വാഴ്ത്തായോ അല്ലെങ്കിൽ മുടി കെട്ടിത്തായോ. നമ്മൾ വലുതായാലും നമ്മൾ ഉമ്മമാർക്ക് നമ്മൾ ചെറിയ കുട്ടികളാണല്ലോ. കഴിഞ്ഞ വീഡിയോയിൽ ഇങ്ങനെ ആരും ചോദിച്ചായിരുന്നു, അതുകൊണ്ട് ഞാനിതിൽ മെൻഷൻ ചെയ്തതാട്ടോ. നാജ് വിളിക്കണ വേണ്ടി കട്ടാക്കി തോന്നുന്നു, എന്തോ പറഞ്ഞിട്ട് കട്ടാക്കി. അപ്പം നമ്മുടെ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് നല്ല ദോശ, ചമ്മന്തി, ബീഫ് മുരിപ്പിച്ചത്. അത് ഉമ്മ നാട്ടിൽ നിന്ന് കൊടുന്ന ബീഫ് മുരിപ്പിച്ചത് ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ കുറച്ചിരുന്ന് ബാക്കി ഫ്രിഡ്ജ് വെച്ചിരുന്നു. അപ്പോൾ അതും പിന്നെ ചിക്കൻ കറിയുടെ ചാറുണ്ട്, അത് കുറച്ച് ചെക്ക അവിടെ ടോയ്സ് വലിച്ചിടാൻ തുടങ്ങി. ഇന്നേറ്റ് കളിക്കുകയാണ്. ഞാൻ വലിച്ചിടലേ പറയുമ്പോഴത്തേനും മൂപ്പിലാളെ വലിച്ചിട്ടുണ്ട്. അപ്പോൾ ഉമ്മ ചിക്കൻ കറിയൊക്കെ ചൂടാക്കിയിട്ടൊക്കെ ചാറ് വേണം പറഞ്ഞിട്ട് ഞാനാദ്യം ബീഫും ഇത് കൂടി തിന്നാൻ വെച്ച് ചിക്കൻ കറിയും കൂടി വെറ്റ് ചേച്ചി. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ കുളിച്ച് കഴിഞ്ഞപ്പോൾ നല്ലൊരു മുഖത്തൊരു ബ്രൈറ്റ്നെസ് വന്ന പോലെ. ഒരു അനിമൽസും ഉണ്ട്, 100 കാര്യങ്ങളും ഉണ്ട്. നേരത്തെ വെക്കലൊന്നും അവൻ്റെ ഡിക്ഷണറിയിലില്ല. അപ്പോൾ നമ്മുടെ പ്രോപ്പർ ബ്രേക്ക്ഫാസ്റ്റ് ഇതാ സെറ്റായിട്ട് വന്നിട്ടുണ്ട്. ഞാൻ അതുപോലെ തന്നെ കട്ടൻ ചായ ഇപ്പോൾ കുറേ ദിവസമായിക്കണ് കുടിച്ചിട്ട്, എന്നിട്ടൊക്കെ ചായ കുടിക്കാനുള്ള അങ്ങനെ മൂഡ് തോന്നാറില്ല. ഇപ്പോൾ അങ്ങനെ ചായ കുടിച്ചതാ ടി വി ഒക്കെ വെച്ച് സെറ്റായിട്ടുണ്ട് കേട്ടോ. ഇന്നെ അറിയണവർക്ക് അറിയാമല്ലോ, എനിക്ക് ടി വി ഒക്കെ കണ്ട് ഇങ്ങനെ ആസ്വദിച്ച് ഫുഡ് കഴിക്കാൻ ഇഷ്ടം. അതിപ്പോൾ ഓഫീസിൽ പോകുന്ന ടൈമിലൊന്നും പറ്റാറില്ല. നൈറ്റ് വന്നാൽ ഞാൻ ആസ്വദിക്കാറുണ്ട്. അപ്പോൾ ഇപ്പോൾ അതാ ഈ കിട്ടിയ ടൈം ഞാൻ ഇന്നൊരു മൂവി കണ്ടിട്ട്, തമിഴ് മൂവി സിറൈ പറഞ്ഞിട്ട് ഞാൻ റീലിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ കാണാത്തവരുണ്ട്, കണ്ടൊക്കെ. നല്ല ബ്യൂട്ടിഫുൾ മൂവി കേട്ടോ, ബ്യൂട്ടിഫുൾ നല്ല ഫീൽ ഗുഡ് മൂവി. കുറേ കാലത്തിന് ശേഷം നല്ലൊരു ഫീൽ ഗുഡ് മൂവി കണ്ട്, എനിക്ക് ഭയങ്കര ഇഷ്ടം. ലാസ്റ്റൊക്കെ നമ്മളെ കണ്ണിങ്ങനെ നിറഞ്ഞൊഴുകും, നല്ല റൊമാൻറ്റിക്, നല്ല ബ്യൂട്ടിഫുൾ ലവ് സ്റ്റോറി. ഓവറാക്കിയിട്ട് അങ്ങനെയൊന്നുമില്ല. അപ്പോൾ കണ്ടവരുണ്ടെങ്കിൽ അടിയിൽ അഭിപ്രായം പറയും, കാണാത്തവരുണ്ടെങ്കിൽ കണ്ടോക്കിട്ടാ, നല്ല നൈസ് മൂവിയാണ്. അപ്പോൾ അതാ ഉമ്മ ഐബുനായിട്ടവിടെ കളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഞാനങ്ങനെ ഫുഡൊക്കെ ടി വി ഒക്കെ കണ്ട് ഫുഡ് കഴിക്കാൻ അയച്ചു. എന്തൊരു സുഖമുണ്ടെന്ന് അറിയാം. നമ്മളിങ്ങനെ ഈ ഓഫ് ഡേയ്സൊക്കെ കിട്ടുമ്പോഴേ ഭയങ്കര ഒരു ആശ്വാസം കേട്ടോ. കാരണം നമുക്കിങ്ങനെ ടൈം ലിമിറ്റ് ഒന്നുമില്ലല്ലോ, നമുക്ക് സുഖമായിട്ട് ഇങ്ങനെ ടി വി ഒക്കെ കണ്ട് ആസ്വദിച്ച് നമുക്ക് ഇഷ്ടമുള്ള ഫുഡൊക്കെ കഴിക്കുമ്പോൾ കിട്ടുന്നൊരു സംതൃപ്തി ഉണ്ടല്ലോ, അത് വേറെ ഒന്നിനും കിട്ടില്ല. എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള കാര്യം എന്താ ചോദിച്ചാൽ, എനിക്ക് ഇഷ്ടമുള്ള പ്രോഗ്രാമൊക്കെ കണ്ട് ഇങ്ങനെ ടി വിയുടെ മുമ്പിലിരിക്കുക, അതാണ് എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള കാര്യം. ഇപ്പോൾ ഏറ്റവും കൂടുതൽ ഞാൻ മിസ് ചെയ്യണ കാര്യം അതാണ്. ഇപ്പോൾ ഉമ്മയുള്ളതുകൊണ്ട് പിന്നെയും കുഴപ്പമില്ല, നൈറ്റ് വന്നിട്ട് ഞാൻ കാണാൻ ടൈം കിട്ടുന്നുണ്ട്. പക്ഷെ ഉമ്മ പോയി കഴിഞ്ഞാൽ എനിക്ക് ടൈം കിട്ടുമെന്ന് തോന്നണില്ല. കാരണം വൈകിട്ടല്ലേ വരിക, പിന്നെ നമുക്ക് ഫുഡാക്കലും കാര്യങ്ങളൊക്കെ കൂടി മാനേജ് ചെയ്യാൻ എങ്ങനെയാവും അറിയില്ല. എന്തായാലും എല്ലാവരും ഇതുപോലെ തന്നെയല്ലേ ഓഫീസിൽ പോകണവരൊക്കെ അല്ലേ. ഫസ്റ്റൊക്കെ നമുക്ക് ആ ഒരു ബുദ്ധിമുട്ടും കാര്യങ്ങളുണ്ടോ, പിന്നെ അതങ്ങൻ്റെ ഫ്ലോയിൽ പോയിക്കോളും. പിന്നെ എൻ്റെ ജോലിക്ക് പറ്റിയിട്ട് ചോദിച്ചു കഴിഞ്ഞാൽ കുറേ ആയിട്ട് CV കൊടുത്തിരുന്നിട്ട് ഇപ്പോൾ പെട്ടെന്ന് കിട്ടിയൊന്നുമില്ല. കുറേ ആയിട്ട് മുമ്പ് കൊടുത്തിരുന്നു, ലിങ്ക്ഡിനിലും കാര്യങ്ങളിലും ഒക്കെ അപ്ലൈ ചെയ്തിരുന്നു. അങ്ങനെ പെട്ടെന്ന് ഇൻ്റർവ്യൂ കോൾ വന്നപ്പോൾ അങ്ങനെ പോയി നോക്കിയതാണ്. ജോബ് കുഴപ്പമൊന്നുമില്ല, ഡോക്യുമെൻറ്റ് കൺട്രോളിംഗ് ആണ്. അപ്പോൾ ഫസ്റ്റ് 2-3 ദിവസം ഒരു ക്യാച്ചപ്പ് ആവാൻ ബുദ്ധിമുട്ടുണ്ട്. ഇപ്പോൾ സെറ്റായിട്ട് പോകുന്നത് കുഴപ്പമൊന്നുമില്ല. പക്ഷെ കുറേ നേരം ഇരിക്കുമ്പോഴൊരു പുറം വേദന പോലെ, അങ്ങനെ ഇരുന്ന് പണിയെടുക്കില്ല, അതിൻ്റെ മാത്രം ഒരു ഇത്. ബാക്കി കാര്യങ്ങളൊക്കെ റാഹത്തായി പോകുന്നുണ്ട്. പിന്നെ കുറേ ടൈം കിട്ടിയതുകൊണ്ട് തന്നെ അവനായിട്ട് കുറേ നേരം സ്പെൻഡ് ചെയ്യാൻ നോക്കിയിട്ട് ഞാൻ, കാരണം മറ്റേത് എനിക്ക് അവനായിട്ട് അധികം സ്പെൻഡ് ചെയ്യാൻ കിട്ടാറില്ലല്ലോ. അപ്പോൾ പിന്നെ അവനക്ക് ഓരോന്ന് വരച്ചു കൊടുത്തിട്ടും അവനായിട്ട് ടോയ്സ് കളിക്കാനും ഇപ്പോൾ എന്തോ സ്കെച്ചും പെന്നും ആയിട്ടൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ബുക്കിൽ ഓരോന്ന് വരച്ചുതരാ പറഞ്ഞിട്ട് അങ്ങനെ ഇരുന്നിട്ട് ഇതാക്കുക കേട്ടോ. അപ്പോൾ ഞാൻ ഉദ്ദേശിച്ചിട്ട് ഞാൻ വരച്ചിട്ട് അവനെ കൈ പിടിച്ചിട്ട് കളർ കൊടുക്കാൻ നോക്കണം. പക്ഷെ അവൻ അതിനൊന്നും സമ്മതിക്കില്ല. ദിക്കറിയ ഞാൻ എന്ത് വരച്ചാലും ഇക്കറി അവൻ ടിൻ്റെ സ്കെച്ചൊക്കെ മേടിച്ചുകൊണ്ട് വരുന്നത്. അവനാണെങ്കിൽ അതിനെ കാട്ടി വലത്ത് സ്കൂളിൽ പോയാൽ എങ്ങനെ
അങ്ങനെ ഇരിക്കുകയാണോ. പിന്നെ 2-3 ആൾക്കാർ ചോദിച്ചിരുന്നു മോനെ ഇനി എന്താ ചെയ്യാൻ പ്ലാനെന്ന്. സോഫാ റൂമുള്ളതുകൊണ്ട് ഇപ്പോൾ ഒന്നും പ്ലാനില്ല. ഉമ്മ പോയി കഴിഞ്ഞാൽ മെല്ലെ കിൻഡർ ഗാർഡൻ നഴ്സറി എന്തെങ്കിലും നോക്കണം. കാരണം അവൻ എന്തായാലും സ്കൂളിൽ പോകാറായല്ലോ. നെക്സ്റ്റ് ഡിസംബറിൽ അഡ്മിഷൻ എടുക്കണം. അപ്പോൾ എന്തായാലും അതിന് മുമ്പായിട്ട് നമ്മൾ നഴ്സറിയിൽ എന്തെങ്കിലും ഇരുത്തണം വിചാരിച്ചിട്ടുണ്ടായിരുന്നു. കാരണം അങ്ങനെ ആകുമ്പോഴല്ല അവനക്ക് ഇരുന്നിട്ടൊന്ന് സെറ്റ് ആവുള്ളൂ സ്കൂളിൽ പോകാൻ പറ്റുമ്പോൾ. അപ്പോൾ അങ്ങനെ പ്ലാൻ ഉണ്ടായിരുന്നു. എന്തായാലും ഇൻഷാ നോക്കട്ടെ. ഇപ്പോൾ കുഴപ്പമില്ലാണ്ട് ഉമ്മളോട് പോകുന്നുണ്ട്. പിന്നെ അങ്ങനെ അവനൊക്കെ ആയിട്ട് കളിച്ച് കുറച്ച് നേരം TV ഒക്കെ കണ്ടിരുന്നിട്ട് ഇപ്പോൾ ഇതാ ഞങ്ങൾ പുറത്ത് പോകാണ്ട് ഒരുങ്ങേട്ടാ. നമുക്കിപ്പോൾ കുറേ ദിവസമായിട്ട് ഇങ്ങനെ ഉച്ചയ്ക്ക് പുറത്ത് പോയിട്ടില്ല, നൈറ്റ് അങ്ങനെ പോകുന്നല്ലാണ്ട്. അപ്പോൾ ഇതൊക്കെ ഭയങ്കര ഇഷ്ടമായിട്ടുള്ള ഡ്രസ്സാട്ടോ. അതെനിക്ക് RMB നമ്മൾ കുറച്ച് മുമ്പായിട്ട് മേടിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ ഇപ്പോൾ വിൻ്റർ ആയതുകൊണ്ട് എനിക്ക് ഇടാനൊരു അവസരം കിട്ടിയിരുന്നില്ല. അപ്പോൾ മിഞ്ഞാന്ന് ഞങ്ങൾ പോയ വെള്ളിയാഴ്ച കുറച്ച് തണുപ്പ് കുറവുണ്ട്, അങ്ങനെ ഉണ്ടായിരുന്നില്ല. കുറച്ച് സണ്ണി ഡേ എന്ന് പറയാം, സണ്ണി ഡേ തന്നെ ആയിരുന്നു. അപ്പോൾ പിന്നെ ഞാനത് ഒന്ന് ഇട്ട് നോക്കി. നല്ല ബ്യൂട്ടിഫുൾ പീച്ച് കളറിലേക്ക് ഇങ്ങനത്തെ കളർ ഡ്രസ്സ് കുറവാണ്. ഇതിലിങ്ങനെ പീച്ച് റോസ് അങ്ങനത്തെ കളർ ഡ്രസ്സുകളില്ല. അപ്പോൾ പിന്നെ അതിട്ടിട്ട് ഒന്ന് ഒരുങ്ങട്ടെ. ഇന്ന് ലെൻസൊക്കെ വെച്ചിട്ടുണ്ട്. അന്ന് ഓഫീസിൽ പോകുമ്പോൾ ഞാൻ ഫസ്റ്റ് 2 ഡേയ്സ് ലെൻസ് വെച്ചിട്ടോ. പിന്നെ ലെൻസ് വെക്കാൻ പറ്റില്ല, കാരണം കുറേ നേരം PC-ക്ക് നോക്കിയിട്ട് ഉപയോഗിക്കുമ്പോൾ നമ്മൾ ലെൻസ് ഫ്രണ്ട്ലി ആവണില്ല. അപ്പോൾ പിന്നെ ഞാൻ ഇപ്പോൾ സ്പെക്സ് വെച്ചിട്ടുണ്ട്. സ്പെക്സ് ആകുമ്പോൾ നമുക്ക് അങ്ങനെ ഈ വേദന എടുക്കണ പോലെ തോന്നില്ല. അപ്പോൾ പിന്നെ ഞാൻ എന്താ പുറത്ത് പോകാൻ വേണ്ടിയിട്ടൊന്ന് ക്യുക്കായിട്ട് റെഡി ആവട്ടെ കേട്ടോ. ഞാൻ കയ്യിടുക. അതെ നേരെ ഇവിടെ ഇങ്ങനെ വെച്ചാൽ കേട്ടോ. ഞാൻ അവിടെ വെക്കാം. അങ്ങനെ ഇതാ ഞങ്ങൾ റെഡി ആയിട്ട് അങ്ങനെ ഇറങ്ങിയേക്കുണ്ട്. അപ്പോൾ ഫുഡ് കഴിച്ചിട്ട് പോവാ വിചാരിച്ചിട്ട് അങ്ങനെ ഫുഡ് കഴിക്കാൻ വേണ്ടി ആദ്യം പോവുകയാണ്. അപ്പോൾ ഞാൻ നല്ലപോലെ അങ്ങനെ ഒരുങ്ങിയിട്ടൊക്കെ ഉണ്ട്. എപ്പോഴെങ്കിലും ഇങ്ങനെ നല്ല ഒരുങ്ങി സെറ്റായിട്ട് പോകുള്ളൂ. അപ്പോൾ അതാ മന്തി മിക്ക ടൈമിൽ നമ്മൾ വീക്കെൻഡ്സിൽ പുറത്തിറങ്ങി കഴിഞ്ഞാൽ മന്തി തന്നെയാണ് നമ്മൾ ഓപ്ഷൻ. കാരണം എന്താ വെച്ചാൽ ബിരിയാണി നമ്മൾ ഇടയ്ക്ക് ഉണ്ടാക്കണോണ്ട് മന്തിയാണ് ഓപ്ഷൻ. മന്തി അങ്ങനെ വീട്ടിൽ ഞാൻ ഉണ്ടാക്കാറില്ല. അപ്പോൾ എൻ്റെ ക്യുക്ക് ഞാനൊന്ന് റെഡി ആയത് കാണട്ടെ. എൻ്റെ ഡ്രസ്സ് എങ്ങനെയുണ്ട് അടിയിൽ ഇഷ്ടമായ കമൻറ്റ് ചെയ്യട്ടോ. ഞങ്ങളാച്ചെങ്കിൽ മന്തി പോയിട്ട് എത്ര നേരം വെയിറ്റ് ചെയ്ത് ഇതിൽ ഭയങ്കര തിരക്ക്. ഫ്രൈഡേ കൊണ്ടാണാവും. നമുക്കാണെങ്കിൽ മജ്ലിസ് വേണമെന്നത്. മജ്ലിസിന് ഇനിയും സമയം എടുക്കും പറഞ്ഞു, അല്ലെങ്കിൽ 1 hour ആയിരുന്നു. അപ്പോൾ പിന്നെ നമ്മൾ ആ പ്ലാനോ ഡ്രോപ്പ് ചെയ്തിട്ട് സാധാ പ്ലേസിൽ തന്നെ ഇരുന്നിട്ടാണ്. അപ്പോൾ എനിക്കാണെങ്കിൽ ഇതിട്ട് ഈ പുഴുങ്ങിയ ചിക്കൻ ഇഷ്ടം. ബാക്കിയുള്ളവർക്ക് ഷാമിയൊക്കെ ഒന്നും ഇഷ്ടമല്ല കേട്ടോ. അത് ഷാമിക്ക് അതിൻ്റെ ഫ്ലേവറില്ലാന്ന് പറയാം. പക്ഷേ ഈ ചിക്കനും മയോണൈസ് മിക്സ് ചെയ്ത് കഴിക്കാൻ ഭയങ്കര ഇഷ്ടം. അപ്പോൾ ഓരോരുത്തരും അങ്ങനെ വെവ്വേറായിട്ട് ഓർഡർ ചെയ്തിട്ടോ. ഞാനിത് പിന്നെ സാധാ അൽഫാം ഓർഡർ ചെയ്ത് ഷാമയൊക്കെ ഷേനൊക്കെ അണി അൽഫാമാണ്. പിന്നെ ബീഫ് മന്തി ഒരു രക്ഷയില്ല കേട്ടോ. ബീഫ് ട്രൈ ചെയ്യാത്തൊരു ഇതിൽ നിന്ന് ട്രൈ ചെയ്തു. നല്ല ജ്യൂസി ബീഫാട്ടോ, നല്ല ടേസ്റ്റ് ഉണ്ട്. പക്ഷെ മട്ട എനിക്ക് വല്ലാണ്ട് അങ്ങോട്ട് ഒരു വട്ടം ട്രൈ ചെയ്ത് നോക്കുമ്പോൾ ഒരു വലിയ ഗുഡ് ഓപ്ഷനായി തോന്നിയില്ല. മട്ടൻ്റെ ഭയങ്കര ഒരു സ്മെല്ല് ഭയങ്കരമായിട്ട്, പിന്നെ അധികം ഫ്ലേവർ ഉണ്ടായിരുന്നില്ല. ഉപ്പൊന്നും അധികം പിടിക്കാത്ത പോലെ. പക്ഷേ ഇത് ഭയങ്കര നല്ല ടേസ്റ്റ്, നല്ല ജ്യൂസി, നല്ല ഇങ്ങനെ കുഴഞ്ഞു പോണ പോലത്തെ ബീഫ് ആയിരുന്നിട്ടാ. അപ്പോൾ അങ്ങനെ എല്ലാവരും അത്യാവശ്യം നല്ല വിശക്കണോണ്ട് തന്നെ നല്ല ടേസ്റ്റും തോന്നിയിരുന്നു. അങ്ങനെ അത്യാവശ്യം അതൊക്കെ തിന്ന് ഫുള്ളാക്കി. അങ്ങനെ ഞങ്ങൾ സീ ലൈൻ ബീച്ചിലേക്ക് പോകാനുള്ള പ്ലാനാണ് കേട്ടോ. പക്ഷേ ഏകദേശം ഞങ്ങൾ കുറച്ച് വൈകിയായിരുന്നു. കാരണം ഞാൻ പറഞ്ഞില്ല ഇതിൽ കുറേ വെയിറ്റ് ചെയ്ത് നിന്നിട്ട്, എന്നാലും കുഴപ്പമില്ല. പക്ഷെ ഇപ്പോൾ വേഗം ലേറ്റ് പോകുന്നുണ്ടല്ലോ. എന്നാലും നമ്മൾ സീ ലൈൻ ബീച്ചിലേക്ക് അങ്ങനെ പോകാൻ വെച്ചാൽ, അതായത് ഫാമിലി ബീച്ചും ആണല്ലോ. ഇപ്രാവശ്യം വന്നിട്ട് ബീച്ചിലേക്ക് പോയിട്ടുണ്ടായിരുന്നില്ല, ഉമ്മ വന്നിട്ട് അങ്ങനെ പോയിട്ടുണ്ടായില്ല. പിന്നെ ഞങ്ങൾ ഇറങ്ങിയ ദിവസമാണെങ്കിൽ ബീച്ചിലേക്ക് പോകാൻ പറ്റിയ ക്ലൈമറ്റ് ആയിരുന്നു. കാരണം ഓവർ തണുപ്പുണ്ടായിരുന്നില്ല. ഞാൻ പറഞ്ഞില്ല കുറച്ച് സണ്ണി ഡേ ആയിരുന്നു. അപ്പോൾ പിന്നെ ആ സമയത്ത് ബീച്ചിൽ പോകുന്നത് നല്ലല്ലോ. കാരണം അല്ലെങ്കിൽ ബീച്ച് സൈഡ്
എന്തായാലും മറ്റേ സൈഡിനായിട്ട് തണുപ്പ് കൂടുതലായിട്ട് ഫീൽ ചെയ്യും. അപ്പോൾ നമുക്ക് ഈ സമയത്ത് പോകുമ്പോൾ നമുക്കൊന്നും ആസ്വദിക്കണമെങ്കിൽ ഓവർ തണുപ്പ് പാടില്ല, ഒരു മയം വേണം. അപ്പോൾ എനിക്കാണെങ്കിൽ ബീച്ച് എന്ന് പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടമാട്ടോ. ബീച്ചിലേക്ക് നമ്മൾ എപ്പോൾ വന്നാലും എന്താ പറയുക, നമ്മളെ മനസ്സ് ഭയങ്കരമായിട്ടൊരു റിഫ്രഷിങ് ആവുമെന്ന് പറയില്ലേ. അപ്പോൾ ഏറ്റവും നമുക്ക് എത്ര സങ്കടം ഉണ്ടെങ്കിലും ബീച്ചിൽ വന്ന തിരകളൊക്കെ കണ്ടാൽ മൈൻഡ് ഭയങ്കര റിലാക്സ് ആണ്. അതാണ് ബീച്ചിൻ്റെ ഒരു ഇത്. അവന്റെ കുഞ്ഞനിയന്മാരുണ്ട്, പറയാ ഇപ്പോ. അപ്പോൾ അവനെ ഒന്ന് എൻ്റർടൈൻമെൻറ്റ് ആക്കാൻ വേണ്ടിയിട്ട് ഒന്ന് ഇരിക്കാൻ വേണ്ടി ജഡ്ജു ഇങ്ങനെ മണ്ണിൽ വീട് പോലെ ആക്കി കൊടുത്തിട്ട് അവൻ ഇരുത്തിയേക്ക് കേട്ടാ. കാരണം പൊതുവേ അവന് വെള്ളത്തിൽ ഓടുക ചെയ്യാറ്, പക്ഷെ ഇന്ന് കുറച്ച് തണുപ്പുണ്ട്, വെള്ളം തണുപ്പുണ്ട്, പുറത്ത് അങ്ങനെ ഇല്ലെങ്കിലും. അപ്പോൾ പിന്നെ നമ്മൾ പണ്ടൊക്കെ ഇങ്ങനെ ബീച്ചിൽ പോയ മണ്ണോട് വീടൊക്കെ ഉണ്ടാക്കുമല്ലോ. അപ്പോൾ അവനക്കത് ഇഷ്ടമായിക്കണം. ജഡ്ജു അവനെ കാണിച്ചു കൊടുത്തപ്പോഴേ അവൻ ആദ്യമായിട്ട് കാണുന്നത്. അപ്പോൾ എൻ്റെ കൂടെ ഇരുന്ന് കാട്ട് എന്ന് പറഞ്ഞിട്ട് അങ്ങനെ അവനക്കത് കാണിച്ചു കൊടുക്കേണ്ടിയിരിക്കുന്നു കേട്ടോ. ഇവൻ എന്തെങ്കിലും ഇങ്ങനെ കൊണ്ടുപോകാൻ വേണ്ടിയൊക്കെ കാണിച്ചു കഴിഞ്ഞാൽ അവൻ അങ്ങനെ എൻ്റർടൈൻമെൻ്റ് ആയി അവിടെ ഇരിക്കും, കാണാത്ത എന്തെങ്കിലും കണ്ടാലേ. ഹലോ ഗൈസ്, അങ്ങനെ ഞങ്ങളുടെ വീഡിയോ അവസാനിപ്പിക്കാൻ പോവാണ്. ജാസിക്ക് ഉള്ള എല്ലാ കട്ട്സും കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് മറ്റേ വീഡിയോയിൽ കാണുന്നവരെ തണുപ്പുണ്ട് അങ്ങോട്ടൊക്കെ. വെള്ളം കണ്ടിട്ട് മൂപ്പരാൾക്ക് ഇറങ്ങാനിങ്ങനെ തൊര. അപ്പോൾ പിന്നെ ഡ്രസ്സ് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഫസ്റ്റ് സോക്സ് ഊരാൻ സമ്മതിച്ചില്ല കേട്ടോ. സോക്സ് ഊരി ഇപ്പോൾ തണുപ്പ് പറയായിരുന്നു. പക്ഷേ സോക്സ് ഇട്ട് ഇറങ്ങിയോടെ സോക്സിലൊക്കെ ആകെ മണ്ണായി. എന്നാലും ഞങ്ങൾ വിചാരിച്ച് കുറച്ച് നേരം ഒന്ന് വെള്ളത്തിലായിക്കോട്ടെ. പിന്നെ ഒന്ന് സെറ്റിലായി കഴിഞ്ഞാൽ അത്ര തണുപ്പ് തോന്നില്ലല്ലോ. ഫസ്റ്റ് ടൈം നമുക്ക് തണുപ്പ് തോന്നുന്ന പോലെയല്ലേ. ഞാൻ പിന്നെ തണുവാണെങ്കിൽ ഇറങ്ങൂല, ഒറ്റയ്ക്ക് വലിയ താല്പര്യമില്ലാത്ത സംഭവമാണ്. ബീച്ചിലേക്ക് ഭയങ്കര ഇഷ്ടമാണ്, പക്ഷേ വെള്ളം തണുപ്പായ പിന്നെ എനിക്ക് വല്ലാണ്ട് അങ്ങനെ ഇറങ്ങാൻ തോന്നില്ല. കുറേ ആൾക്കാരുണ്ട് ഇത് സിലേം ബീച്ചിൽ, ഫാമിലി ബീച്ചിൽ. അതുകൊണ്ട് തന്നെ എത്ര ആൾക്കാർ ഒരു സൈഡിൽ ചിക്കൻ ചുടലും മത ചുടലും ഒക്കെ ആയിട്ട് കുറച്ച് നേരം ഞങ്ങളവിടെ സ്പെൻഡ് ചെയ്തിട്ട് അങ്ങനെ ഇറങ്ങിയിട്ടാണ്. അപ്പോൾ പിന്നെ അങ്ങനെ അവിടുന്ന് ടീ ടൈമിൽ നിന്ന് സാൻഡ്വിച്ചും അതുപോലെ തന്നെ ജ്യൂസൊക്കെ മേടിച്ചിട്ട്, എനിക്ക് ടീ ടൈമിലത്തെ നോർമൽ സാൻഡ്വിച്ച് ഭയങ്കര ഇഷ്ടമാണ്. പക്ഷെ ഇപ്രാവശ്യം അത് വേണം വേണ്ടി മേടിച്ചപ്പോൾ എന്തോ മുമ്പത്തെ അത്ര ടേസ്റ്റ് എനിക്ക് തോന്നിയില്ല. അപ്പോൾ ഇവരൊക്കെ പറയണ്ട അത് ചപ്പയാണെന്നൊക്കെ പറയുന്നുണ്ട്. ഇവർ മറ്റേ ചില്ലി ചിക്കൻ സാൻഡ്വിച്ചാണ് ഉമ്മക്ക് മേടിച്ചു കൊടുത്തത്. ഉമ്മ ടേസ്റ്റിൻ്റെ പറഞ്ഞു അങ്ങനെ ട്രൈ ചെയ്ത് നോക്കില്ല. ഉമ്മ ടീ ടൈമിൽ അങ്ങനെ ഇപ്രാവശ്യം വന്നിട്ട് കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ പിന്നെ ഇതാ ഞങ്ങൾ അവിടുന്ന് കഴിച്ചു. പിന്നെ നേരെ വീട്ടിൽ പോയി അങ്ങനെ ഡ്രസ്സൊക്കെ മാറി ഫ്രഷായി അങ്ങനെ ഇനിയിപ്പോൾ ഇതാ ഭക്ഷണമൊക്കെ കഴിച്ച് കിടക്കുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ ഞാൻ എന്നും പറയണ പോലെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോയിലായിട്ട് കാണാം. ടാറ്റാ ബൈ, സീ യു.